നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിനിഷിംഗ് വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫിനിഷിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പം വോളും അല്ലെങ്കിൽ ഫ്ലോറ് റൂഫിങ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ആ ഗ്യാപ്പുകളെല്ലാം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യും അല്ലേ. അതിനാണ് നമ്മൾ പോയിൻറ്റിങ് വർക്ക് എന്ന് പറയുക. ചിലപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ വോള് കെട്ടിക്കഴിഞ്ഞാൽ അതിനൊന്ന് പ്ലാസ്റ്ററിങ് ചെയ്യും അല്ലേ. നമ്മൾ മലയാളത്തിൽ ചുമര് തേക്കുക എന്ന് പറയും അല്ലേ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ പെയിൻറ്റിങ് ചെയ്യും. അപ്പം ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഫിനിഷിംഗ് വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫിനിഷിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ്, അതായത് 3 ഇതാണുള്ളത്. പോയിൻറ്റിങ്ങിനെ പറ്റി പഠിക്കാനുണ്ട്. പോയിൻറ്റിങ്, നെക്സ്റ്റ് വരുന്നത് പ്ലാസ്റ്ററിങ്, നമ്മൾ ചുമര് തേക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, പ്ലാസ്റ്ററിങ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പെയിൻറ്റിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, ഫിനിഷിംഗ് വർക്കിൻ്റെ ഒക്കെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഫോളോയിങ് ആർ ദ മെയിൻ ഒബ്ജക്ട്സ് ഫോർ പ്രൊവൈഡിങ് പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ് ടു ദ എക്സ്പോസ്ഡ് സർഫസ്. സാധാരണ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന സർഫസിലാണ് സാധാരണ പെയിൻറ്റിങ് ആയാലും പോയിൻറ്റിങ് ആയാലും പ്ലാസ്റ്ററിങ് ആയാലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് ദ സ്ട്രക്ചർ ആസ് എ ഹോൾ ആൻഡ് ഗിവ് സ്മൂത്ത് സർഫസ്. ഓക്കെ, മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ അപ്പിയറൻസ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക അല്ലേ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് സർഫസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ എക്സ്പോസ്ഡ് സർഫസ് ഫ്രം ദ എഫക്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ആക്ഷൻ അല്ലേ. അതായത് അറ്റ്മോസ്ഫിയറിലൊക്കെ കുറേ കെമിക്കലും അല്ലെങ്കിൽ അങ്ങനത്തെ ടോക്സിക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പം കെമിക്കൽ റിയാക്ഷനും അല്ലെങ്കിൽ വേറെ എന്താ പറയുക ഗ്യാസസൊക്കെ ആയിട്ട് റിയാക്ഷനൊക്കെ നടന്നിട്ട് ചിലപ്പം കോൺക്രീറ്റ് ഒക്കെ ഡിറ്റോറേഷൻ സംഭവിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, എക്സ്പോസ്ഡ് സർഫസിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഫിനിഷിംഗ് വർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ടു റെക്ടിഫൈ ദ ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പ് ഓർ ടു കൺസീൽ ഇൻഫീരിയർ മെറ്റീരിയൽ അല്ലേ, അതും ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയാം. അപ്പം നമ്മൾ എന്തെങ്കിലും ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊന്ന് ഇൻഫീരിയർ മെറ്റീരിയൽ നിന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഫിനിഷിംഗ് വർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിൽ ഫസ്റ്റ് ഫിനിഷിംഗ് വർക്കിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഈ പോയിൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ ഫിനിഷിംഗ് പ്രൊവൈഡഡ് ടു ദ മോർട്ടാർ ജോയിൻറ്റ് ഓഫ് ദ ഏതർ ബ്രിക്ക് ഓർ സ്റ്റോൺ മേസൺറി. അപ്പോൾ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മളിപ്പം ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാവും, ഗ്യാപ്പുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗ്യാപ്പിനെ ഒന്ന് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മോർട്ടാർ ജോയിൻസ് ഒക്കെ ഒന്ന് മോർട്ടാർ വെച്ചിട്ടൊന്ന് ജോയിൻസ് ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോയിൻറ്റിംഗ് എന്ന് പറയുക. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് ഫിനിഷിംഗ് പ്രൊവൈഡഡ് ടു ദ മോർട്ടാർ ജോയിൻറ്റ്സ് ഓഫ് ഏതർ ബ്രിക്ക് ഓർ സ്റ്റോൺ മേസൺറി. നമ്മൾ ബ്രിക്ക് മേസൺറി ആയാലും സ്റ്റോൺ മേസൺറി ആയാലും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ പോയിൻറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇനി അതിൽ കുറച്ച് ടൈപ്സ് പഠിക്കാനുണ്ട്. ഫ്ലഷ് പോയിൻറ്റിംഗ്, റിസസ്റ്റ് പോയിൻറ്റിംഗ്, ബീഡഡ് പോയിൻറ്റിംഗ്, റബ്ഡ് അല്ലെങ്കിൽ ഗ്രൂവ്ഡ് അല്ലെങ്കിൽ കീഡ് പോയിൻറ്റിംഗ്, സ്ട്രക്ക് പോയിൻറ്റിംഗ്, ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിൻറ്റിംഗ്, വി പോയിൻറ്റിംഗ്, വെതേർഡ് പോയിൻറ്റിംഗ് ആൻഡ് ടെക് പോയിൻറ്റിംഗ്. ഇത് സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുള്ളതാണ്. ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ നിങ്ങളെ സിലബസിലുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫ്ലഷ് പോയിൻറ്റിങ്. ഓക്കെ, ഫ്ലഷ് പോയിൻറ്റിങ് ആണ് നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് പോയിൻറ്റിങ് ആണ് ഈ ഫ്ലഷ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഇമേജ് സാധാരണ പോലെ തന്നെ നമ്മൾ ബ്രിക്കോ അല്ലെങ്കിൽ സ്റ്റോണോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് മോട്ടാർ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൽ നമ്മൾ സാധാരണ കാണുന്ന ചുമര്. നമ്മളിപ്പോൾ ലാറ്ററൈറ്റ് സ്റ്റോണും ഇതൊക്കെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് മോട്ടർ വെച്ച് ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലഷ് പോയിൻറ്റിംഗ് എന്ന് വിളിക്കുക. അതായത് ഇത് നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ മേലെ കാണിച്ചതും താഴെ കാണിച്ചതും 2 ടൈപ്പ് ഓഫ് ലാറ്ററൈറ്റോ ബ്രിക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരേ ലെവലിൽ അത് ഫില്ല് ചെയ്തിട്ട് പോവാം. ആ ഒരു ടൈപ്പിനെയാണ് ഫ്ലഷ് പോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഇമേജ് കാണിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റിപ്പയർ വർക്കോ അല്ലെങ്കിൽ ഒന്നും കൂടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളോട്ടേക്കുള്ള മോട്ടാർ കംപ്ലീറ്റ് അത് എടുത്തു കളയാണ്ട് ഈ ഒരു അറ്റത്തുള്ള കുറച്ച് മോട്ടാർ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് അവിടെ നമ്മൾ പുതിയ മോട്ടാർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. റിപ്പയറിങ് വർക്കിൻ്റെ കാര്യത്തിലുള്ള ഇമേജാണ് ഇത്.
ഓക്കെ, അതാണ് ഫ്ലഷ് പോയിന്റിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് വെരി ഈസിയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭംഗി എന്ന് പറയാനൊന്നുമില്ല, ഒരു നോർമൽ അപ്പിയറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിരിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ആ ലാറ്ററൈറ്റ് അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ അതേ ലെവലിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് കയറാനോ അല്ലെങ്കിൽ അങ്ങനത്തെ വാട്ടർ കയറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇതാണ് ഫ്ലഷ് പോയിൻറ്റിങ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് റിസസ്റ്റ് പോയിൻറ്റിങ്. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കുക. അതായത് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോൺ ഒന്ന് മുന്നോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ളത്. കറക്റ്റായിട്ട് രണ്ട് സ്റ്റോണിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മോട്ടാർ വെച്ച് ഫില്ല് ചെയ്തിട്ടില്ല. കുറച്ചൊരു പോർഷൻ ഉള്ളോട്ടേക്ക് ഒന്ന് പ്രസ്സായ പോലെയാണ് ഇതിൻ്റെ അകത്ത് മോട്ടർ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതാണ് റിസസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ഫ്ലഷ് പോയിൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതായത് ഫ്ലഷ് പോയിൻ്റ് നിങ്ങൾ നോക്കുക, ഇനി റിസസ്റ്റ് പോയിൻ്റ് നോക്കുക. അതായത് ഈ രണ്ട് സ്റ്റോണ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടില്ല, അതേ ലെവലിൽ ഫില്ല് ചെയ്യാണ്ട് മോട്ടാർ കുറച്ച് ഉള്ളോട്ടേക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാണ്ട് കുറച്ച് ഉള്ളോട്ടേക്കാണ് ഫില്ല് ചെയ്തത്. അതാണ് വ്യത്യാസം. അപ്പോൾ ദ ഫേസ് ഓഫ് ദ പോയിൻറ്റിങ് ഈസ് കെപ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ഈസ് പ്രസ് ഇൻസൈഡ് ദ വാൾ സർഫസ് ബൈ എ suitable tool to a depth of about 5 mm or more. നമ്മൾ ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എന്താ പറയുക സ്യൂട്ടബിൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഉള്ളോട്ടേക്ക് കുറച്ച് പ്രസ് ചെയ്ത പോലെ ഉണ്ടാക്കുന്ന ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ റിസസ്റ്റ് പോയിൻ്റ് എന്ന് വിളിക്കുക. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു എസ്തെറ്റിക് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ഗുഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് കൊടുക്കുന്നത്. അപ്പം ഈ രണ്ടാമത്തെ ഇമേജ് നോക്കുക. അതായത് ഈ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കും. അതായത് കംപ്ലീറ്റ് രണ്ട് ബ്രിക്കിൻ്റെ ഇൻ ബിറ്റ്വീൻ ഫുൾ ഫില്ല് ചെയ്യാണ്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണ് റിസസ്റ്റ് പോയിൻ്റ്. ഈ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും അത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഇമേജ് ഇവിടെ കൊടുത്തുന്ന ഈ ഇമേജ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ്റെനൻസിൻ്റെ കേസിൽ, ഇപ്പോൾ മെയിൻ്റെനൻസിൻ്റെ കേസിൽ അതുപോലെ തന്നെ നമ്മൾ ഫുൾ റിമൂവ് ചെയ്യാണ്ട് പഴയ മോട്ടർ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാണ്ട് കുറച്ച് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കുറച്ച് പോർഷൻ മാത്രം നമ്മൾ പുതിയ മോട്ടാർ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ റിസസ്റ്റ് പോയിൻ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ബീഡഡ് പോയിൻ്റ്. ബീഡഡ് പോയിൻ്റും ഉണ്ട്, അതുപോലെ തന്നെ റബ്ഡ് ഗ്രൂവ്ഡ് കീഡ് പോയിൻ്റ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി. അപ്പം ഈ ബീഡഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ ഷേപ്പ് ഇൻ ഫ്രണ്ട് വ്യൂ. അതായത് നമ്മൾ ചുമരിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ ഒരു ബീഡഡ് ഷേപ്പിൽ ഫില്ല് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ, പോയിൻറ്റിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബീഡഡ് പോയിൻറ്റിങ് നൽകി. ഇതൊക്കെ നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ ബീഡഡ് പോയിൻറ്റിങ് ആയാലും എല്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. ബിക്കോസ് എന്താ, ഓരോ ജോയിൻറ്റും അല്ലെങ്കിൽ ഓരോ ഗ്യാപ്പും നമ്മളിങ്ങനെ ബീഡ് ഷേപ്പിൽ റൗണ്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആവും. ഓക്കെ, അതാണ് ബീഡഡ് പോയിൻ്റ്. ഇനി റബ്ഡ് അല്ലെങ്കിൽ ഗ്രൂവ് അല്ലെങ്കിൽ കീഡ് പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു ഗ്രൂവ് ആയിട്ട് ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉള്ളോട്ടേക്ക് ഒന്ന് കർവ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ജോയിൻറ്റിങ് വരിക. ഓക്കെ, ഇനി വരുന്നത് സ്റ്റക്ക് പോയിൻറ്റിങ്ങും ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിൻറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോട്ടർ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഫേസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മുകളിൽ നിങ്ങൾ നോക്കുക, സ്റ്റക്ക് പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ മേലെ കുറേ സ്പേസും ഇങ്ങനെ ഒരു സെഡ് ഷേപ്പിലാണ് അതിൻ്റെ ഫേസ് വരിക. സെഡ്, കറക്റ്റ് ഒരു സെഡ് ഷേപ്പിൽ. ഇനി ഓവർ ഹാൻഡ് സ്ട്രക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ താഴെ ഗ്യാപ്പും മുകളിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ വാട്ടർ ഡിസ്പോസ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് കേട്ടോ. വാട്ടർ അപ്പം ഇതിലൊക്കെ ആണെങ്കിൽ വാട്ടർ ഉള്ളോട്ടേക്ക് കയറാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കോസ്റ്റ്ലിയാണ്. കാരണം ഇങ്ങനെയൊക്കെ എഡ്ജ് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇനി വി പോയിൻറ്റും വെതേർഡ് പോയിൻറ്റും. ഇനി ഈ ടൈപ്പിൽ ഈ രണ്ട് ബ്രിക്ക് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റോണ് തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ വി ഷേപ്പിലാണ് കൊടുത്തതെങ്കിൽ അതിനെ വി പോയിൻ്റ് എന്ന് വിളിക്കും. ഇനി മുന്നോട്ടേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വി ഷേപ്പിൽ മുന്നോട്ടേക്കുള്ള പ്രൊജക്ഷൻ ആണെങ്കിൽ അതിനെ വെതേർഡ് പോയിൻറ്റിംഗ് എന്ന് പറയും. ഇനി വരുന്നത് ലാസ്റ്റ് വണ്ണാണ് ടെക് പോയിൻറ്റിങ്. ടെക് പോയിൻറ്റിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ ഇൻ ദിസ് ടൈപ്പ് പോയിൻറ്റിങ് എ ഗ്രൂവ് ഈസ് ഫോം അറ്റ് ദ സെൻറ്റർ ഓഫ് ജോയിൻറ്റ്. അതായത് ജോയിൻറ്റ് ഉണ്ടാവും. അതായത് രണ്ട് ലാറ്ററൈറ്റ് സ്റ്റോൺ ആണെങ്കിലും ഇൻ ബിറ്റ്വീൻ അവിടെ ഗ്രൂവ് ഉണ്ടാവും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഗ്രൂവ് ഈസ് ദെൻ ഫിൽഡ് വിത്ത് അല്ലെങ്കിൽ ടക്ഡ് ബൈ എ വൈറ്റ് സിമെൻറ്റ് പുട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ടെക് പോയിൻറ്റിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഫിഗർ പഠിക്കുക. എക്സാമിന് പോയിൻറ്റിങ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് എഴുതിയിട്ട് ഈ ഒരു ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് രണ്ടാമത് ഈ അടിയിലുള്ള ഈ ഫിഗറാണ് ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തേതിലും ഇത് തന്നെ. ഓക്കെ, ഈ ഒരു പിക്ചർ കേട്ടോ, ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാത്തിലും നിങ്ങൾ ഫിഗർ വരയ്ക്കുക. സാധാരണ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും ടൈപ്പ് എഴുതുക, അതിൻ്റെ ഫിഗർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരച്ചിട്ടില്ലെങ്കിൽ മാർക്ക് കുറയും കേട്ടോ. അപ്പോൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് മിസ്സാവാണ്ട് കംപ്ലീറ്റ് മാർക്കും കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നിങ്ങളെ പോയിൻറ്റിങ്ങിൽ വരുന്ന ടൈപ്പുകൾ. ഓക്കെ.